ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ഒരു ക്ലോക്കിന് ഒരു കുഞ്ഞ് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്രോഷേ പഫ് ഫ്ലവേഴ്സാണ്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൽ നമ്മൾ പുതുതായിട്ട് അഡീഷണലി നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബഡ്സാണ്. സെൻറ്ററിലുള്ള ആ ബഡ്സ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് മാജിക് റിംഗ് ആണ്. മാജിക് റിംഗ് ഫോം ചെയ്യുക. അതിലേക്ക് 3 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കാം. മാജിക് റിംഗ് 3 ചെയിൻ സ്റ്റിച്ചസ്. അതിനുശേഷം നമ്മൾ അതിൽ ചെയ്യാൻ പോകുന്നത് 5 തവണ അൺഫിനിഷ്ഡ് ലൂപ്സ് ആണ്. അപ്പോൾ ആദ്യം 3 ചെയിൻസ് ഇട്ടതിന് ശേഷം 5 അൺഫിനിഷ്ഡ് ലൂപ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ അൺഫിനിഷ്ഡ് ലൂപ്സ് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ യാൺ ഓവർ ചെയ്യുക. മാജിക് റിങ്ങിലോട്ട് ഇൻസേർട്ട് ചെയ്ത് യാൺ പുൾ ത്രൂ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇതിൽ 3 ലൂപ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ 2 ലൂപ്സിലൂടെ മാത്രം ശ്രദ്ധിക്കണം, നമ്മൾ എല്ലാ തവണയും ആദ്യത്തെ 2 ലൂപ്സിലൂടെ മാത്രമാണ് യാൺ ഓവർ ചെയ്തെടുക്കുന്നത്. ദെൻ സെയിം റിപ്പീറ്റ് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 4 എണ്ണം ഉണ്ടാവും. അതിൽ 2 ലൂപ്സിലൂടെയും ആദ്യത്തെ 2 ലൂപ്സിലൂടെ മാത്രം യാൺ ഓവർ ചെയ്തെടുക്കുക. 3-ാം തവണയും സെയിം റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തെ 2 തവണ മാത്രം ആദ്യത്തെ 2 ലൂപ്സിലൂടെ മാത്രം യാൺ ഓവർ ചെയ്തെടുക്കുക. യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കാം. നമ്മൾ 3 തവണ 3 അൺഫിനിഷ്ഡ് ലൂപ്സാണ് ചെയ്തിട്ടുള്ളത്. ഇനി 4-ാമത്തെയും 5-ാമത്തെയും കൂടി ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ 2 ലൂപ്സിലൂടെ മാത്രം എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ 4th വൺ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 5th യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കുക. ഫസ്റ്റത്തെ 2 ലൂപ്സിലൂടെ മാത്രം കടത്തിവിടാം. ഇനി നമുക്ക് ബാക്കി ഉള്ള ലൂപ്സുകളെല്ലാത്തിലൂടെയും നമ്മൾ യാൺ ഓവർ ചെയ്ത് ഹുക്ക് പുൾ ത്രൂ ചെയ്തെടുക്കാൻ പോവുകയാണ്. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്ത് അത് ലോക്ക് ചെയ്യുകയാണ്. അതിനുശേഷം 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്യുന്നു. 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തതിന് ശേഷം മാജിക് റിങ്ങിലോട്ട് ഡയറക്റ്റ്ലി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. മാജിക് റിങ്ങിലോട്ട് ഡയറക്റ്റ്ലി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ മാജിക് റിങ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അത് ക്ലോസ് ആവും. ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് ലോക്ക് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള പഫ് ഫ്ലവേഴ്സിൽ ഇത് ഗമ്മ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ 13 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പഫ് ഫ്ലവേഴ്സ് അതിൻ്റെ സെൻറ്ററിലെ ബഡ്സൊക്കെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ക്ലോക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് ക്ലോക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലൂ ആണോ ആ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം.